പ്രബ്സ്കെയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായി നടത്തുന്ന സ്പെഷ്യൽ കേട്ടറ്റ് എക്സാമിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഈ കേട്ടറ്റ് എക്സാമിന് നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കേട്ടറ്റ് എക്സാമിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മുഴുവൻ വിവരങ്ങളും അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കേട്ടറ്റ് എക്സാം നടത്തുന്നത് കേരള പരീക്ഷാ ഭവനാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റായ ketet.kerala.gov.in ഇതുകൂടാതെ pareekshabhavan.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിലായിരിക്കും ലഭ്യമാവുന്നത്. ഇതുകൂടാതെ നമ്മുടെ SCERTയുടെ വെബ്സൈറ്റായ scert.kerala.gov.inലും നമുക്ക് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരിക്കും. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് ഇതിലേതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറിയതിന് ശേഷം നമ്മുടെ ഈ കേട്ടറ്റ് എക്സാമിൻ്റെ വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് നിർബന്ധമായും വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. കാരണം ആ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ആരംഭിക്കാൻ പാടുള്ളൂ. കാരണം എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താൻ ചിലപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വിജ്ഞാപനം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ ആ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ തൊട്ട് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ വിജ്ഞാപനത്തിൽ അടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഏത് കാറ്റഗറിക്കാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം മുൻകൂട്ടി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ആ കാറ്റഗറിക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി നോക്കി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കേണ്ടത്. ഇനി നമുക്ക് ഈ അപേക്ഷ സമർപ്പിക്കുന്ന രീതിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പരീക്ഷാ ഭവൻ്റെ ketet.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇനി നമുക്ക് ഈ അപേക്ഷ സമർപ്പിക്കുന്ന രീതിയിലേക്ക് കടക്കാം. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ketet.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഹോം പേജിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. ആ ബട്ടൺ സെലക്ട് ചെയ്ത് ആ ലിങ്ക് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്ക് ആ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ എത്ര കാറ്റഗറിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ. അതായത് ഓരോ കാറ്റഗറിക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. ആ കാര്യം ആദ്യം ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ, നിങ്ങൾ കാറ്റഗറി 2-നും കാറ്റഗറി 3-ക്കും അപേക്ഷ സമർപ്പിക്കുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾ കാറ്റഗറി 2-നൊരു അപേക്ഷ കൊടുക്കുക, കാറ്റഗറി 3-ക്ക് പിന്നീട് വേറൊരു അപേക്ഷ കൊടുക്കുക. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ കേട്ടറ്റിനൊരൊറ്റ പ്രാവശ്യമേ അപ്ലിക്കേഷൻ കൊടുക്കുകയുള്ളൂ. ആ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കാറ്റഗറി 2 അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ കാറ്റഗറി 2 സെലക്ട് ചെയ്യുക. കാറ്റഗറി 3യും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കാറ്റഗറി 3യും സെലക്ട് ചെയ്യുക. അതേസമയം നിങ്ങൾ കാറ്റഗറി 1-ഉം 2-ഉം ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ കാറ്റഗറി 1-ഉം സെലക്ട് ചെയ്യാം, കാറ്റഗറി 2-ഉം സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആ രണ്ട് എക്സാമിനും ഒരുമിച്ച് അപേക്ഷ സമർപ്പിക്കാം. ഇതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ ഈ അപേക്ഷ ഓൺലൈനായിട്ട് മാത്രമാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. ഒരിക്കലും ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു രീതിയും നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ രജിസ്ട്രേഷനിലില്ല. ഈ സൈറ്റിൽ കയറി ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് തെറ്റുകൂടാതെ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നോക്കാം. പിന്നെ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വിജ്ഞാപനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു പുതിയ ഫോട്ടോ ആയിരിക്കണം നമ്മൾ ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഈ ഫോട്ടോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് റീസെൻ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫോട്ടോയിൽ നമ്മുടെ പേരോ അതുപോലെ ഫോട്ടോ എടുത്ത തീയതിയോ രേഖപ്പെടുത്തേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ PSCക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോയുടെ താഴെ നമ്മൾ നമ്മുടെ പേരും ഡേറ്റും നമ്മൾ രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കേട്ടറ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് ആ ഫോട്ടോയിൽ ഈ പറയുന്ന പേരോ ഡേറ്റോ രേഖപ്പെടുത്തേണ്ടതില്ല. അതുപോലെ ആ ഫോട്ടോയിൽ മറ്റ് സീലുകളോ പേരുകളോ ഒന്നും ഉണ്ടാവരുത്. അപ്പോൾ നിങ്ങൾ PSCക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി എടുത്തൊരു ഫോട്ടോ ആണെങ്കിൽ അതിൽ ചിലപ്പോൾ PSCയുടെ പേരോ അല്ലെങ്കിൽ മറ്റ് സീലുകളൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള സീലുകളോ മറ്റ് പേരുകളോ ഉള്ള ഫോട്ടോ ഒന്നും ഉപയോഗിക്കരുത്. അതുപോലെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. കറക്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം നമ്മുടെ ഫോട്ടോ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ ഫോട്ടോ നല്ല ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം, നമ്മളെ തിരിച്ചറിയാൻ കഴിയുന്നൊരു ഫോട്ടോ ആയിരിക്കണം. ഒരിക്കലും നമ്മൾ മൊബൈലിൽ എടുക്കുന്ന സെൽഫികൾ ഇത്തരത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ഈ രീതിയിലൊരു ഫോട്ടോ നമ്മൾ ഓൾറെഡി ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമ്മളോടൊരു ഐഡൻറ്റിറ്റി കാർഡ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നമ്പർ നമ്മൾ ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തണം. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പറാണ് നമ്മളവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇത്തരത്തിൽ രേഖപ്പെടുത്തിയ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതിന് നമ്മുടെ ഇൻവിജിലേറ്റർ ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത നമ്പറും നമ്മുടെ ഈ ഐഡൻറ്റിറ്റി കാർഡും ഒത്തു നോക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒറിജിനൽ ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് മാത്രമേ നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ID കാർഡ് നിങ്ങൾ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതാൻ അനുവദിക്കില്ല. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതേ ഐഡൻറ്റിറ്റി കാർഡ് വേണം നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വെക്കേണ്ടത്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ അപേക്ഷയിൽ വിവരങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ ഒരു ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ വിവരങ്ങളും ഒന്ന് റീചെക്ക് ചെയ്യുക. റീചെക്ക് ചെയ്ത് എല്ലാം ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. ഈ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. ഫീസും നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടാണ് നടത്തുക. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ചതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ഒരു അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ID ഒക്കെ കിട്ടും. അതായത് ഒരു ഫൈനൽ പ്രിൻ്റ് ഔട്ട് നമുക്ക് കിട്ടും. ആ ഫൈനൽ പ്രിൻ്റ് ഔട്ടിൽ അപ്ലിക്കേഷൻ നമ്പറും ഉണ്ടായിരിക്കും, അപ്ലിക്കേഷൻ ID ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തി വെക്കുക. കാരണം പിന്നീട് നമുക്ക് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ IDയും അത്യാവശ്യമാണ്. അതുപോലെ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും ഈ അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ IDയും ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫൈനൽ പ്രിൻ്റ് ഔട്ട് നമ്മൾ അവിടുന്ന് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ പിന്നീട് നമുക്കിതൊക്കെ ഒരു കോംപ്ലിക്കേഷനായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അതെല്ലാം എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ketet.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ കാണുന്നൊരു ഹോം പേജാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ketet.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുക. അപ്പോൾ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ഹോം പേജ് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ഹോം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സിലബസ് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഓരോ വർഷത്തെയും കേട്ടിട്ട് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ മോഡൽ ക്വസ്റ്റ്യൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ കാൻഡിഡേറ്റ്സിന് ലോഗിൻ ചെയ്യാൻ തൊട്ട് മുമ്പ് നടന്ന എക്സാമിൻ്റെ എല്ലാം ഇയറിൽ നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ അപ്ലിക്കേഷൻ നമ്പറൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വീണ്ടെടുക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഓരോ കാറ്റഗറിയും നമ്മൾ എഴുതുമ്പോൾ എന്തായിരിക്കും നമ്മുടെ യോഗ്യത എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷനാണ്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടറ്റ് ഫെബ്രുവരി 2026 നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് അതുപോലെ രജിസ്ട്രേഷൻ എന്ന് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് നന്നായിട്ട് വായിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ടാബ് ഉണ്ടാവും, ഇവിടെ രജിസ്ട്രേഷൻ്റെ ലിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ രജിസ്ട്രേഷൻ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ ഡേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ദെൻ ഫൈനൽ പ്രിൻ്റ് ഔട്ട്, ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ത്രൂ വെബ്സൈറ്റ്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഇതൊക്കെ പിന്നീട് അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സിലബസും മോഡൽ ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടുന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ, കാൻഡിഡേറ്റ് ലോഗിൻ, ഫോർഗോട്ട് അപ്ലിക്കേഷൻ നമ്പർ ഓർ ID, SBI ഇ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക്. ദെൻ ഇവിടെ നോട്ടിഫിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻഫർമേഷനും ദെൻ ജനറൽ ഇൻഫർമേഷനും IT സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള കോൺടാക്റ്റ് ഇൻഫർമേഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് വേണ്ടത് ന്യൂ രജിസ്ട്രേഷനാണ്. നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പേജിലേക്ക് വന്നതിന് ശേഷം ഈ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് റീഡ് ദി നോട്ടിഫിക്കേഷൻ തറലി. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഐ ഹാവ് റീഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഫോർ ഓൺലൈൻ സബ്മിഷൻ ഫോർ അപ്ലിക്കേഷൻ. നമ്മളത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതും ക്ലിക്ക് ചെയ്യുക. സോഫ്റ്റ് കോപ്പി ഓഫ് ഫോട്ടോഗ്രാഫ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്, അതിൻ്റെ സൈസും ഫോർമാറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈസ് 20 KB ടു 30 KB ആയിരിക്കണം. ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ 3 കോളും നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ അപ്ലിക്കേഷൻ ഫോം ഇവിടെ വരുന്നത്. ഇനി അപ്ലിക്കേഷൻ ഫോം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വെദർ എംപ്ലോയിഡ് ആസ് എ ടീച്ചർ ഓർ നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് യെസ് ഓർ നോ എന്നുള്ളൊരു ചോയ്സ് ഇല്ല. കാരണം ഇത് ടീച്ചേഴ്സിന് വേണ്ടി മാത്രം നടക്കുന്നൊരു എക്സാം ആയതുകൊണ്ട് യെസ് മാത്രമേ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി അതുകൊണ്ട് അവിടെ യെസ് വന്നിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സ്കൂൾ ടൈപ്പാണ്. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ് ഓർ എയ്ഡഡ് എന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് സർവീസിൽ, അതായത് ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഗവൺമെൻറ് സെലക്ട് ചെയ്യുക, എയ്ഡഡ് സ്കൂളാണെങ്കിൽ എയ്ഡഡ് സെലക്ട് ചെയ്യുക. ദെൻ നമ്മളിവിടെ അടുത്ത് നൽകേണ്ടത് പെൻ നമ്പറാണ്. നിങ്ങളുടെ പെൻ നമ്പർ അവിടെ കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ജോയിനിങ്, ഇവിടുന്ന് നമ്മൾ ആ ഡേറ്റ് ഓഫ് ജോയിനിങ് സെലക്ട് ചെയ്യുക. ദെൻ നെയിം ഓഫ് ദി സ്കൂൾ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ പേര് കൊടുക്കുക. ദെൻ സ്കൂൾ കോഡ്, ആ സ്കൂളിനൊരു കോഡ് ഉണ്ടായിരിക്കും. അതുപോലെ ആ സ്കൂൾ ഏത് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് എന്ന് ഇവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് നോക്കിയിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഏത് കാറ്റഗറിയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഏത് കാറ്റഗറിക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ എത്ര കാറ്റഗറി എഴുതുന്നുണ്ടെങ്കിലും ഈ ഒരു അപേക്ഷ മാത്രമേ നമ്മൾ സമർപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 1ഉം 2ഉം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1ഉം സെലക്ട് ചെയ്യുക, ഈ 1ഉം സെലക്ട് ചെയ്യുക, അടുത്ത 2ഉം സെലക്ട് ചെയ്യുക. നിങ്ങൾ 3ഉം കൂടെ എഴുതുന്നുണ്ടെങ്കിൽ ആ 3ഉം സെലക്ട് ചെയ്യുക, 4 എഴുതുന്നുണ്ടെങ്കിൽ അതും നമ്മൾ സെലക്ട് ചെയ്യുക. അല്ലാതെ ഓരോന്നിനും നമ്മൾ ഓരോ അപേക്ഷ കൊടുക്കുന്ന രീതിയല്ല ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ, നമ്മൾ കാറ്റഗറി 1നാണ് അപേക്ഷ കൊടുക്കുന്നതെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ കാറ്റഗറി 1 ടിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുക്കാനുള്ള അടുത്ത ടാബ് ഇവിടെ വരും.
ഇനി നമ്മളിവിടെ എന്തൊക്കെയാണ് എൻട്രി ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് മീഡിയം ഓഫ് എക്സാമിനേഷനാണ്. അപ്പോൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചോയ്സസ് ഉണ്ട്. മലയാളം ഇംഗ്ലീഷ്, തമിഴ് ഇംഗ്ലീഷ്, കന്നഡ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ പാർട്ട് 2 ലാംഗ്വേജ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ചോയ്സ് ഉണ്ട്: മലയാളം, തമിഴ്, കന്നഡ. നമ്മൾ അവിടുന്ന് മലയാളം സെലക്ട് ചെയ്യാം. ദെൻ എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് പാർട്ട് 3, അവിടെ ഇംഗ്ലീഷ് ഓർ അറബിക്, അവിടുന്ന് നമ്മൾ ഇംഗ്ലീഷും നമ്മൾ സെലക്ട് ചെയ്യാം. ദെൻ മിനിമം ക്വാളിഫിക്കേഷൻ, ഈ എക്സാം എഴുതാൻ ആവശ്യമായിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഹയർ സെക്കൻഡറി അറ്റ്ലീസ്റ്റ് 45% ആൻഡ് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നമ്മൾ ആ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അവിടെ ഏത് ക്വാളിഫിക്കേഷനാണോ സെലക്ട് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളാണ് താഴെ നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ക്വാളിഫിക്കേഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇപ്പോൾ ഇവിടെ വന്നു +2 എന്ന് വന്നു, ഡിപ്ലോമ എന്ന് വന്നു. അപ്പോൾ നമ്മുടെ +2ൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കുക. ഇത് യൂണിവേഴ്സിറ്റി ആണോ ബോർഡാണോ ആ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ഇയർ ഓഫ് പാസിങ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. പെർസെൻറ്റേജ് ഓഫ് മാർക്കും നമ്മളിവിടെ കൊടുക്കുക. അതുപോലെ ഡിപ്ലോമയുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ നമ്പർ, ബോർഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, ഇയർ ഓഫ് പാസിങ്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കാറ്റഗറി 1മായി ബന്ധപ്പെട്ട് നമ്മൾ നൽകേണ്ടതാണ്. ഇനി നിങ്ങൾ കാറ്റഗറി 1നോടൊപ്പം കാറ്റഗറി 2നും അപേക്ഷ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ കാറ്റഗറി 2ഉം സെലക്ട് ചെയ്യുക, ഇവിടെ ടിക്ക് ചെയ്യുക. അപ്പോൾ താഴെ അടുത്തൊരു ഏരിയ വരും. ഇവിടെ നമ്മൾ ഈ കാറ്റഗറി 2മായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം മീഡിയം ഓഫ് എക്സാമിനേഷൻ അവിടെ കൊടുത്ത പോലെ തന്നെ ഇവിടുന്ന് നമ്മൾ നമ്മുടെ മീഡിയം നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ പാർട്ട് 2 ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇവിടെ മലയാളമുണ്ട്, തമിഴുണ്ട്, കന്നഡ, ഇംഗ്ലീഷൊക്കെ ഉണ്ട്. ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ജസ്റ്റ് മലയാളം ആണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക. ദെൻ എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് പാർട്ട് 3 ഇവിടെ ക്ലിക്ക് ചെയ്യുക. മലയാളം ഓർ ഇംഗ്ലീഷ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ദെൻ നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ ഇവിടെ ഗ്രാജുവേഷൻ ആൻഡ് TTC, DEd ഓർ DLEd, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആൻഡ് BEd. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഗ്രാജുവേഷനും BEdും സെലക്ട് ചെയ്തു വിചാരിക്കുക. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഇവിടെ താഴെ വരും: BA, BSc, BCom. അതുപോലെ BEdൻ്റെ ഡീറ്റെയിൽസ് താഴെയും കൊടുക്കുക. രജിസ്റ്റർ നമ്പർ, യൂണിവേഴ്സിറ്റി, സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇയർ ഓഫ് പാസിംഗ്, പെർസെൻറ്റേജ് ഓഫ് മാർക്സ്. ഇനി BEdൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, രജിസ്റ്റർ നമ്പർ കൊടുക്കുക, യൂണിവേഴ്സിറ്റിയുടെ പേര് കൊടുക്കുക, നിങ്ങൾ പഠിച്ച കോളേജിൻ്റെ പേര് കൊടുക്കുക, പാസ്സായ ഇയർ കൊടുക്കുക, എത്ര പെർസെൻറ്റേജ് ആണോ നിങ്ങളുടെ മാർക്ക് അതും അവിടെ കൊടുക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അവിടെ കൊടുക്കുക. ഇനി നമ്മൾ കാറ്റഗറി 3ക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നമ്മളിവിടെ ടിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അടുത്ത് കാറ്റഗറി 3യുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഭാഗം വരും. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് 1. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലാംഗ്വേജ് 1 മലയാളമോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ദെൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ഫോർ കാറ്റഗറി 3. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ HSA മാത്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മാത്തമാറ്റിക്സ് സെലക്ട് ചെയ്യുക. HSA നാച്ചുറൽ സയൻസ് ആണെങ്കിൽ നാച്ചുറൽ സയൻസ് സെലക്ട് ചെയ്യുക. ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്. ദെൻ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക്, ഉറുദു, സാൻസ്ക്രിത്, തമിഴ്, കന്നഡ, ഇത്രയും സബ്ജക്റ്റുകളിൽ കാറ്റഗറി 3 എക്സാം നടക്കുന്നുണ്ട്. ദെൻ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ അടുത്തത് അവിടുന്ന് മിനിമം ക്വാളിഫിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മളിവിടെ കൊടുക്കുക. ഇത്രയാണ് കാറ്റഗറി 3 ആണ് നമ്മൾ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ട വിവരങ്ങൾ. ഇനി കാറ്റഗറി 4 ആണെങ്കിൽ ഇതേപോലെ ഇവിടെ കാറ്റഗറി 4 നമ്മൾ ടിക്ക് ചെയ്യുക. അപ്പോൾ താഴെ കാറ്റഗറി 4മായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറയും. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേപോലെ തന്നെ ആ ഓരോ ഡീറ്റെയിൽസും നമ്മളവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന കാറ്റഗറി മാത്രം നിങ്ങളവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് സെലക്റ്റഡ് ആസ് ദി എക്സാം സെൻറ്റർ. നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ ഇവിടുന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ വരുന്നത് ആ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേരാണ് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്. നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള അതേപോലെ നമ്മുടെ പേര് നമ്മളിവിടെ എൻ്റർ ചെയ്യുക. ദെൻ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക.
ദെൻ അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടുന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ നെയിം ഓഫ് ഫാദർ ഓർ ഗാർഡിയൻ, റിലീജിയൻ, കാറ്റഗറി ജനറൽ ആണോ, ഒ ബി സി ആണോ, ഒ ഇ സി ആണോ, എസ് സി ആണോ, എസ് ടി ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കാസ്റ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം. ദെൻ നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാറ്റസ് നോർമലാണോ, ഡിഫറൻഷ്യലി ഏബിൾഡ് ആണോ, അതുപോലെ വിഷ്വൽ ഇമ്പെയർഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങളവിടെ സെലക്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക. അടുത്ത കോളത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ കൊടുക്കുക. ദെൻ നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യണം. ദെൻ നമ്മുടെ എക്സാമിനേഷൻ ഫീ നമ്മളിവിടെ എത്രയാണോ അതവിടെ വരുന്ന സമയത്ത് എക്സാമിനേഷൻ ഫീ നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ആ എക്സാമിനേഷൻ ഫീ നമ്മളവിടെ എൻ്റർ ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് കൊടുക്കണം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ദെൻ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ID ഇഷ്യൂഡ് ബൈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, നാഷണലൈസ്ഡ് ബാങ്ക് ഫോട്ടോ അഫിക്സ്ഡ് പാസ്ബുക്ക്, ഗവൺമെൻറ് എംപ്ലോയി ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ടു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ID പ്രൂഫായിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ ആധാർ കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളിവിടെ ആ ആധാർ കാർഡിൻ്റെ നമ്പർ വേണം എൻ്റർ ചെയ്യാൻ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ SSLC അല്ലെങ്കിൽ ഇക്വലൻ്റ് സ്കീം അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് SSLC ആണെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്യുക, THSLC ആണെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യുക, CBSE ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, ICSE ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, മറ്റേതെങ്കിലും ആണെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ റോൾ നമ്പർ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ SSLC ആണെങ്കിൽ അതിൻ്റെ റോൾ നമ്പർ അല്ല, നമ്മുടെ രജിസ്റ്റർ നമ്പർ അത് നമ്മളിവിടെ എൻ്റർ ചെയ്യുക. CBSE ആണെങ്കിലും ആ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യുക. ദെൻ നമ്മൾ അപ്പിയർ ചെയ്ത ഇയറും സെലക്ട് ചെയ്യുക. നിങ്ങൾ SSLC അല്ലെങ്കിൽ CBSEയിൽ നിങ്ങൾ ആ എക്സാമിന് അപ്പിയർ ചെയ്ത ഇയർ നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഫോട്ടോയുടെ ഫോർമാറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റാണ്. പിക്സൽ സൈസ് 150x200 ആണ്. സൈസ് എത്ര വരാവൂ, 20നും 30നും ഉള്ളിലെ സൈസ് വരാവൂ. 30 KB കൂടുതൽ സൈസ് വരരുത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ളൊരു ഫോട്ടോ നമ്മൾ ആദ്യം നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഈ ചൂസ് ഫയൽ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ദെൻ അത് കറക്റ്റ് സൈസിലുള്ളൊരു ഫോട്ടോ ആണെങ്കിൽ നമുക്കതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ താഴെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഫോട്ടോ പ്രിവ്യൂ. ഇപ്പോൾ ഇവിടെ നോ ഇമേജ് അവൈലബിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അതിൻ്റെ താഴെ ഈ സ്പെഷ്യൽ എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പറാണ്. ഇത് നമ്മൾ ആ വിജ്ഞാപനത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ HMൻ്റെ അടുത്തുനിന്നും, അതുപോലെ എയ്ഡഡ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ മാനേജറുടെ അടുത്തുനിന്നുമാണ് ഈ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. ഈ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നമ്മുടെ ആ വിജ്ഞാപനത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ നിങ്ങളൊരു ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നുകിൽ HMൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മാനേജറുടെ കയ്യിൽ നിന്നോ വാങ്ങണം. അതിൻ്റെ നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ അതിൻ്റെ ഡേറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റ്, ആ നമ്പറും ഡേറ്റും നിർബന്ധമായിട്ട് അവിടെ എൻ്റർ ചെയ്യുക. പിന്നെ അത് കൂടാതെ അപ്പോയിൻമെൻറ്റ് ഓർഡർ നമ്പർ, അതുപോലെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത്തരത്തിൽ നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ദെൻ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കറക്റ്റ് വായിച്ച് നോക്കുക. എവിടെയെങ്കിലും തെറ്റെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ടാവും. അത് എഡിറ്റ് ചെയ്യുക. എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. ആ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫീസ് അടയ്ക്കുക. ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റിൻ്റെ ലിങ്ക് വരും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ദെൻ എമൗണ്ടും ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യുക.
ദെൻ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ UPI വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കും. ഫൈനൽ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ID ഒക്കെ നമുക്ക് ലഭിക്കുക. അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ അടയ്ക്കേണ്ടത്, പരീക്ഷാ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടത്. എക്സാം ഫീസ് അടയ്ക്കാനായിട്ട് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും ആ സമയത്ത് ഓപ്പൺ ആവുക. അപ്പോൾ അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും, കാൻഡിഡേറ്റിൻ്റെ പേരുണ്ടാവും, നമ്മൾ അപ്ലൈ ചെയ്ത കാറ്റഗറി ഉണ്ടാവും, നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ, അപ്ലിക്കേഷൻ ID, നമ്മൾ എത്രയാണോ എക്സാമിനേഷൻ ഫീ അടയ്ക്കേണ്ടത് അതവിടെ കൊടുത്തിട്ടുണ്ടാവും, നമ്മുടെ ഫോട്ടോ എല്ലാം അവിടെ ഉണ്ടാവും. ദെൻ നമ്മളിവിടെ ഈ കോളത്തിൽ നമ്മൾ ടിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുണ്ടാവും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ എക്സാം ഫീ അടയ്ക്കേണ്ട ലിങ്കിലേക്ക് എൻ്റർ ചെയ്യും. ദെൻ ഓൺലൈനായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യേണ്ടത്. ഇനി അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷനൊക്കെ കൊടുത്തു, അപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും തടസ്സമൊക്കെ നേരിടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മൾ ആ പ്രൊസീജിയർ അവസാനിപ്പിക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഹോം പേജിൽ പോയിട്ട് നമ്മുടെ ഈ അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ID കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഫീസ് അടച്ചിട്ട് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനൊരു ലിങ്ക് അവിടെ വരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ അപ്ലിക്കേഷൻ നമ്പർ, നമ്മുടെ അപേക്ഷയിലുള്ള അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ID എൻ്റർ ചെയ്യുക. ഇത് രണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഹാൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഹോൾ ടിക്കറ്റുമായിട്ടാണ് നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി പരീക്ഷാ ഹാളിലേക്ക് പോവേണ്ടത്. ഹോൾ ടിക്കറ്റ് ഇല്ലാത്ത ഒരാളെയും പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ആ ഹോൾ ടിക്കറ്റിൽ നമ്മുടെ ഇൻവിജിലേറ്ററും നമ്മളൊക്കെ പരീക്ഷയുടെ സമയത്ത് സൈൻ ചെയ്യും. ആ ഹോൾ ടിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും സൂക്ഷിച്ച് വെക്കണം, നശിപ്പിക്കരുത്. കാരണം നമ്മൾ കേട്ടറ്റ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഈ ഹോൾ ടിക്കറ്റ് നമ്മളവിടെ ഹാജരാക്കണം. അപ്പോൾ അതുകൊണ്ട് ആ ഹോൾ ടിക്കറ്റ് ഒരിക്കലും നശിപ്പിച്ച് കളയരുത്, അത് നമ്മൾ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കേട്ടറ്റ് എക്സാമിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.